ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞാൻ കുറച്ച് ഷോർട്സാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റോറി തന്നെ ഒന്നുമില്ല, എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാമെന്ന് വെച്ചു. വേറൊന്നുമല്ല, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും എനിക്ക് പ്ലാസൻ്റ ലോലൈൻ ഇഷ്യൂ ആയിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പ്ലാസൻ്റ ലോലൈൻ എനിക്ക് ഇപ്പോഴത്തെ ഒരുപാട് അമ്മമാർക്കൊക്കെ കൺസീവ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് ലോലൈൻ പ്ലാസൻ്റ വന്നിട്ട് ഞാൻ ബെഡ് റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് പ്രൊല്യൂട്ടൻ ആണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ആ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. പ്രൊല്യൂട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇഞ്ചക്ഷൻ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോർമോൺ ബേസ്ഡ് ഇഞ്ചക്ഷൻ ആണെന്നൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അപ്പം ആരെങ്കിലും ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് അവരുടെ അനുഭവം അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട്, എനിക്ക് മാത്രമായിരുന്നു ഇങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നുമില്ല, ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. 1-2 ദിവസത്തേക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണ്. നമ്മുടെ ബട്ടക്സിന് എടുക്കുന്നതാണ്, ഒരു ഓയിൽ ബേസ്ഡ് ഇഞ്ചക്ഷനാണത്. അപ്പോൾ പിന്നെ കൂടുതൽ അതിനെ പറ്റിയിട്ട് മെഡിക്കൽ പരമായുള്ളതൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയെടുത്തോളം ഇത്രയാണ് എനിക്ക് മനസ്സിലായത് ആ ടൈമിൽ. ഒരു 7-8 മാസം മുന്നുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഇഞ്ചക്ഷന് ഭയങ്കര പെയിൻഫുള്ളാണ് ഞാൻ പറഞ്ഞത്. അപ്പം 7th മന്ത് വരെയാണ് ഈ ഇഞ്ചക്ഷൻ ഞാൻ എടുത്തത്. അതിനുശേഷം എനിക്ക് പ്ലാസൻ്റ നോർമലായി. അതുവരെ ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. ലിറ്ററലി കിടക്കുക, ജസ്റ്റ് വാഷ്റൂം പോകാൻ വേണ്ടി മാത്രം എണ്ണിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ ഫുൾ ടൈം കിടക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത് 7th മന്തിലാണ് എനിക്കത് ഓക്കെ ആയത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, ഈ ഒരു പ്ലാസൻ്റെ താഴെയാണല്ലോ, ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ, പേടിയായിരുന്നു. ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് അയ്യോ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകണമല്ലോ, പിന്നെ 2-3 ദിവസത്തേക്ക് ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടി ഞാൻ കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂ ആയിട്ട് സഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. എല്ലാം ചേഞ്ച് ആവും, എല്ലാം മാറും. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും, ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. എത്രയൊക്കെ ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും കൂടെ ഇല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം മാറും, എല്ലാം ശരിയാകും. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു അനുഭവം, ഈ ഒരു പ്ലാസൻ്റ ഓൺലൈൻ ഈ ഒരു അനുഭവം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ഇഞ്ചക്ഷൻ്റെ ആഴ്ച ഒരിക്കൽ പോയി എടുക്കണം. പ്ലാസൻ്റ മുകളിൽ വരുന്നവരെ ഈ ഒരു ഇഞ്ചക്ഷൻ പോയി എടുക്കണം. വേറെ ഒന്നുമല്ല, ഈ പ്ലാസൻ്റ താഴെ വന്നു കഴിഞ്ഞാൽ എന്തോ അബോർഷൻ ചാൻസസ് കൂടുതലാണെന്നോ, അതേപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇഞ്ചക്ഷൻ എന്നാണ് ഹോസ്പിറ്റലിൽ ചോദിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്. ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.